കോഴിക്കോട് താമരശ്ശേരിയിൽ മോഷണ ശ്രമത്തിനിടെ പ്രതിയെ കടക്കകത്തിട്ട് നാട്ടുകാർ പൂട്ടി എന്നാണ് വാർത്ത. മോഷ്ടാവ് കടയ്ക്കകത്ത് കയറിയ ഉടൻ പുറത്തുനിന്നും നാട്ടുകാർ ഷട്ടർ പൂട്ടുകയായിരുന്നു. കണ്ണൂർ സ്വദേശി മഹേഷാണ് പിടിയിലായത്. ദൃശ്യങ്ങൾ നോക്കാം. മോഷ്ടാവ് പതുക്കെ അകത്ത് കയറിയതാണ്. അകത്ത് കയറിയപ്പോഴത്തേക്ക് നാട്ടുകാർ ഷട്ടർ ഇട്ട് പൂട്ടി പിടിച്ച് പോലീസിലേപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ താമരശ്ശേരിയിലാണ് കടയ്ക്കകത്തേക്ക് മോഷ്ടാവ് കയറിയത്. എന്ത് കടയായിരുന്നു അത് അന്വേഷിച്ച നേരത്തെ പറഞ്ഞിരുന്നത് എന്ത് കടയായിരുന്നുള്ളൂ. എന്തായാലും നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടലിൽ പിടികൂടി. പരപ്പൻപൊയിലിലെ ചിക്കൻ സ്റ്റോളിലായിരുന്നു മോഷണ ശ്രമം ഉണ്ടായത്. കണ്ണൂർ സ്വദേശി മഹേഷാണ്. മാസ്ക് ഒന്നും ധരിക്കാൻ ഇടാതെ മുഖം കാണിച്ചുകൊണ്ടാണ് മഹേഷ് അവിടെ വന്നത്. ബാക്കിയൊരു ബാഗൊക്കെ ഉണ്ട്. നോക്കിയപ്പോഴത്തേക്ക് മുകളിൽ CCTV. അനീഷ് ദേവസ്വം തുടരുന്നു. അനീഷ്, ഇതിപ്പോ പെട്ടു അല്ലേ? അകത്ത് കയറിയതാണ്. കയറിയപ്പോഴത്തേക്ക് ഷട്ടർ ഇട്ട് പൂട്ടി. പിന്നെ ഒന്നും ചെയ്യാനില്ല. എലിക്കണി പെട്ടോലായി പോയി. ലക്ഷ്മി, അതുപോലെയാണ് മോഷണ ശ്രമത്തിനായി കടയിൽ കയറിയതാണ്. പക്ഷേ കയ്യോടെ നാട്ടുകാർ ലോക്ക് ചെയ്തു. ഇന്നലെ പുലർച്ചെ 3 മണിയോടെയാണ് ഈ മോഷണ ശ്രമം നടന്നത്. ഈ ചിക്കൻ സ്റ്റാളിലേക്ക് രാവിലെ ലോഡ് വരാനുള്ളതിനാൽ ഈ കടയുടെ ഗ്രില്ല് പൂട്ടിയിരുന്നില്ല. ഈ സമയം നോക്കിയാണ് ഈ മഹേഷ് അവസരം മുതലാക്കി കടയ്ക്ക് ഉള്ളിൽ പ്രവേശിച്ചത്. എന്നാൽ ഈ റോഡിന് എതിർവശത്ത് 2 യുവാക്കൾ കാറിലിരുന്ന് ഈ മോഷ്ടാവിൻ്റെ ശ്രമങ്ങൾ കാണുന്നുണ്ടായിരുന്നു. ഈ മോഷ്ടാവ് കടയ്ക്ക് ഉള്ളിൽ കയറിയതോടെ ഈ യുവാക്കൾ കാറിൽ നിന്ന് പുറത്തിറങ്ങി ഈ കടയുടെ ഷട്ടർ പൂട്ടി താമരശ്ശേരി പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി ഇപ്പോൾ മഹേഷിനെ കസ്റ്റഡി എടുത്ത് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൽ രസകരമായൊരു കാര്യം എന്ന് പറയുന്നത് ഈ താമരശ്ശേരി പോലീസിൽ മറ്റൊരു വ്യാപാരിയും ഒരു പരാതിയുമായിട്ട് എത്തി. അതായത് തൻ്റെ കടയിൽ ഒരു മോഷണം നടന്നു. 3000 രൂപ അതുപോലെ മൊബൈൽ ഫോണും ചാർജറും മോഷ്ടിച്ചു എന്നാണ് പരാതി. ഇതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഈ കടയിൽ താമരശ്ശേരി പോലീസ് എത്തുകയും CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത്. ഏതായാലും ഈ കടയിൽ മോഷണം നടത്തിയ ആളും നിലവിൽ സെല്ലിലുള്ള ആളും ഒരാൾ തന്നെയാണെന്ന്. നിലവിൽ പോലീസ് പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുകയാണ്. മറ്റ് മോഷണങ്ങളുമായി അയാൾക്ക് ബന്ധമുണ്ടോ എന്നൊക്കെ പോലീസ് അന്വേഷിച്ച് വരികയാണ്. ഏതായാലും പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഹാഷ്മി, ശരി, അതാണ് അനീഷ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു കടകൾ കേന്ദ്രീകരിച്ച് മാത്രം മോഷണം നടത്തുന്ന ഒരാളായിരിക്കണം അയാൾ. മറ്റൊരു വ്യാപാരിയുടെ പരാതി കേന്ദ്രീകരിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഇതേ ആള് തന്നെയാണ് അതേ കളർന്ന് മനസ്സിലാവുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.